10 മിനിറ്റിൽ ലോൺ വേണം. വെറും 10 മിനിറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറിയിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒരുപോലെ ലഭ്യമായിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ RBI രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കൂടിയാണ്. ഒരുപാട് പേർക്ക് സക്സസ്ഫുള്ളായി ലോൺ അപ്രൂവൽ ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 4.1 റേറ്റിംഗ് കിട്ടിയ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഇനി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ പ്രൊസീജിയേഴ്സ് ഒന്ന് കണ്ടുവരാം. ആദ്യമായി ഇവർ ഓഫർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ലോൺ എമൗണ്ട് ഇവർ സ്റ്റാർട്ടിംഗ് 10,000 മുതൽ 2 lakhs വരെ ലോൺ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 0.085% മുതൽ 28% വരെ ഇതിൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. ഇനി ഇൻസ്റ്റൻറ്റ് ഡിസ്ബേഴ്സലാണ്, അതായത് 15 minutes ആണ് ഇവർ പറയുന്നതെങ്കിലും ഏകദേശം 10-12 മിനിറ്റിനുള്ളിലായിട്ട് തന്നെ ലോൺ കിട്ടിയവരും നിലവിലുണ്ട്. ഇനി പേയ്മെൻറ്റ് ടെന്യൂർ പറയുന്നത് 4 to 6 months ആണ്, അതായത് 120 days മുതൽ 180 days വരെ. അതുപോലെ 100% ഡിജിറ്റൈസ്ഡ് ആണ് ഇവർ പറയുന്നത്, പേപ്പർലെസ് പ്രോസസ്സാണ് 100%. അതുപോലെ ഈ ആപ്ലിക്കേഷനിൽ നിന്നും ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ആദ്യമായി നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമതായി 21 വയസ്സ് മുതൽ 50 വയസ്സിന് ഇടയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവർ ലോൺ കൊടുക്കുന്നത് നിലവിൽ. ഇനി അടുത്തതായി എംപ്ലോയ്മെന്റ് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. സാലറിഡ് ഇൻഡിവിജ്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കണം. ഇനി അടുത്തതായി ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 3 മാസത്തെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതുപോലെ KYC കോംപ്ലയൻസിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങൾ നിങ്ങളുടെ എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും കുറച്ച് ഡോക്യുമെന്റ്സും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് നിങ്ങളുടെ KYC ആൻഡ് ബാങ്കിങ് പ്രോസസ്സിന് വേണ്ടി നിങ്ങളുടെ കുറച്ച് ഡോക്യുമെന്റ്സ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ KYC ആൻഡ് ബാങ്കിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തതായി ലോൺ സെലക്ഷൻ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ലോൺ അവർ ഡിസ്ബേഴ്സൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു എമൗണ്ട് അവരവിടെ കാണിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ സെലക്ഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര രൂപ ലോൺ വേണം, എത്ര മാസത്തേക്കാണ് നിങ്ങൾ ടെന്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഇൻഫർമേഷൻ കൂടി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുക എന്നുള്ള ഒരു പ്രോസസ്സിംഗ് മാത്രമാണ്. ഇനി ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ ഒരു ഫോട്ടോ പ്രൂഫാണ് വേണ്ടത്, അതായത് ഒരു സെൽഫി ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഐഡന്റിറ്റി പ്രൂഫ്, അതായത് പാൻ കാർഡോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്തതായി വേണ്ടത് ഒരു അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫും ഈ പറഞ്ഞതുപോലെ ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അതുപോലെ അഡ്രസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എംപ്ലോയ്മെന്റ് പ്രൂഫാണ്, അതായത് വർക്ക് മെയിൽ അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്. അത് കഴിഞ്ഞാൽ ഇൻകം പ്രൂഫാണ് ആവശ്യമായിട്ടുള്ളത്, അതായത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം പറയാം, സിവിൽ സ്കോർ 700-ന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഇവർ ലോൺ അപ്രൂവൽ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതുപോലെ ഇതിന്റെ തിരിച്ചടവ് എങ്ങനെയാണ് എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവാം. ഇതിൽ ഞാൻ പറഞ്ഞു തന്ന അതേ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളോട് മാൻഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾ മാൻഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോ ഡെബിറ്റ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് പൈസ കട്ടാനുള്ള ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻസിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അതുകൂടി നിങ്ങൾ അതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുത്തതിനാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് മാസം പൈസ കട്ടാവുന്നതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 10 to 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ പ്രോസസ്സിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ആർക്കൊക്കെ ലോൺ കിട്ടി, ആർക്കൊക്കെ ലോൺ കിട്ടിയില്ല, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.